ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു പെരി പെരി ചിക്കൻ ഗ്രിൽ അൽഫാം റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതൊരു പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനായി ആദ്യം അല്പം വറ്റൽമുളക് ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് അല്പം വിനെഗർ ചേർത്ത് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം കുറച്ച് മസാല പൊടിച്ചെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ മല്ലിയും പെരുംജീരകവും ചെറിയ ജീരകവും അല്പം കുരുമുളകും 4 ഏലക്കയും 2 ഗ്രാമ്പുവും ഒരു ചെറിയ പീസ് പട്ടയും ഒരു ബേ ലീഫും ഇട്ട് നന്നായി വറുത്തെടുക്കാം. തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനിയൊരു മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി ചെറിയുള്ളിയും ഇഞ്ചിയും പുതിനയിലയും അരമുറി ടൊമാറ്റോയും അല്പം മല്ലിയിലയും 6 അല്ലി വെളുത്തുള്ളിയും കൂടി നേരത്തെ സോക്ക് ചെയ്ത് വെച്ച വറ്റൽമുളകും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. 1 കിലോ ചിക്കനിലേക്കുള്ള മസാലയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി കഴുകി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത ചിക്കനാണിത്. ഇനി ഇതുപോലെ പതുക്കെ അടിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ്റെ മീറ്റെല്ലാം നന്നായി സോഫ്റ്റായി കിട്ടും. മസാലയൊക്കെ നന്നായി പിടിച്ചു വരും. എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം അതിന് മുകളിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നേരത്തെ അരച്ചെടുത്ത മസാല ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ച മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി അല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി കളറിന് വേണ്ടി അല്പം ഫുഡ് കളർ വേണമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അല്പം ഒലിവ് ഓയിലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ പീസ് ഓരോന്നായി ഇട്ട് നന്നായി മസാല തേച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ പീസിലും നന്നായി മസാല തേച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിതിപ്പോൾ രാവിലെയാണ് മസാല തേച്ചെടുക്കുന്നത്. ഇനി ഇത് രാത്രിയിലാണ് ഞാൻ ഗ്രിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിക്കനിൽ മസാല നന്നായി പിടിച്ചു വരും. ഇതിപ്പോൾ 7 മണിക്കൂറായി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി ഇതുപോലൊരു ഗ്രിൽ പാനിൽ അല്പം ഓയിൽ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഗ്രിൽ പാൻ ഇല്ലെങ്കിൽ സാധാ നോൺ സ്റ്റിക്ക് പാനിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും വേവിച്ചെടുക്കാം. ഇങ്ങനെ ഇതുപോലെ ഇടക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് വേവിച്ച് വേണം എടുക്കാൻ. ഞാനിത് 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായി സോഫ്റ്റായി വരും. ഇനി ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ചെറിയൊരു സോസ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായി ഒരു പാനിൽ അല്പം ഓയിൽ ചേർത്തതിന് ശേഷം അല്പം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അരമുറി ലെമൺ ജ്യൂസും ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഇത് അല്പം എരിവും പുളിയൊക്കെ ഉള്ള ഒരു നല്ലൊരു സോസാണിത്. ഇതുപോലൊരു തിക്നെസ്സിലാണ് സോസ് റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ സോസ് റെഡിയായി. ഇനി ഇത് ചിക്കനിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ ചിക്കൻ പീസിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡും നന്നായി സോസൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ച് വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ചിക്കനിൽ ആ ഒരു ഗ്രില്ലിൻ്റെ ഒരു സ്മോക്കി സ്മെല്ലൊക്കെ കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ചിക്കനെല്ലാം നന്നായി ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നല്ലൊരു ഗ്രില്ലിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ പെരി പെരി ചിക്കൻ അൽഫാം റെഡിയായി വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അനദർ റെസിപ്പീസ്. ബൈ.